നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം ഗംഭീര വിജയം ടീം ഇന്ത്യ നേടിയിരിക്കുന്നു. അഫ്ഗാനെതിരെയുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ 2ാം മത്സരവും വിജയിച്ച് പരമ്പര നേടിയിരിക്കുന്നു. ബാറ്റിങ്ങിൽ ശുഭൻ ഗില്ലും ഇഷാൻ കിഷനും പൊളിച്ചടുക്കിയ കാര്യം നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് പറഞ്ഞു. ബൗളിങ്ങിൽ അർഷ്ദീപ് സിംഗിന് 3 വിക്കറ്റ്, ഗുർനൂർ ബ്രാറിന് 3 വിക്കറ്റ്, പ്രിൻസ് യാദവിന് 2 വിക്കറ്റ്. തീർച്ചയായിട്ടും 2027 വേൾഡ് കപ്പിനുള്ള ഒരുക്കം ഇന്ത്യ ഇതാ മികച്ച രൂപത്തിൽ തുടങ്ങിയിരിക്കുന്നു. സിറാജിനും ബൂമറക്കും മികച്ച ബാക്കപ്പ് ഇതാ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഏതായാലും തകർപ്പൻ വിജയമാണ് ഈ ODI സീരീസിൽ നമ്മൾ നേടിയിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ 50 ഓവർ പൂർത്തിയാകാൻ ഒരു പന്ത് ബാക്കിയുള്ള പോൾ ഔട്ടായി. പക്ഷേ 402 റൺസാണ് അടിച്ചിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ അഫ്ഗാനിസ്ഥാന് 44.3 ഓവറുകളിൽ 232 റൺസിന് ഓൾ ഔട്ട് ആവുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് ഇന്ത്യ പടുകൂറ്റൻ വിജയം, 170 റൺസിൻ്റെ പടുകൂറ്റൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഇടവേള സമയത്ത് വിശദമായി പറഞ്ഞതാണ്. വീണ്ടും അങ്ങനെ വിശദമായി പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്കോർ കാർഡ് നോക്കാം. ശുഭൻ ഗില്ലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 110 പന്തുകളിൽ നിന്ന് 22 ഫോറും 2 സിക്സും അടക്കം 140 സ്ട്രൈക്ക് റേറ്റിൽ ക്യാപ്റ്റൻ അടിച്ചത് 154 റൺസാണ്. അദ്ദേഹത്തോടൊപ്പം ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സ് എടുത്തു പറയണം. ഒരു ഘട്ടത്തിൽ 52 പന്തുകളിൽ നിന്നാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയത്. അതേ മനുഷ്യൻ 79 പന്തുകളിൽ നിന്ന് 14 ഫോറും 7 സിക്സും അടക്കം 125 റൺസ് അടിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. പിന്നെ ഉയർന്ന സ്കോർ നേടിയത് രോഹിത് ശർമ്മയാണ്. 39 പന്തിൽ 6 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 48 റൺസ് അടിച്ചു. റാഷിദ് ഖാൻ ബൗൾഡാക്കി. ശ്രേയസ് അയ്യർ 26 റൺസ് അടിച്ചപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ 19 റൺസ് അടിച്ചു. മറ്റാരും 2 അക്കത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ജയ്സ്വാൾ 4 റൺസുമായിട്ട് മടങ്ങിയപ്പോൾ KL രാഹുലും ഗോൾഡൻ ഡക്കായി. ബ്രാർ 3 റൺസ്, അർഷ്ദീപ് സിംഗ് 3 റൺസ്, പ്രിൻസ് യാദവ് 5 റൺസ്, കുൽദീപ് 3 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. അഫ്ഗാനിസ്ഥാന് വേണ്ടി ഖരോട്ടെ 10 ഓവറിൽ 76 റൺസ് 4 വിക്കറ്റ് എടുത്തപ്പോൾ റാഷിദ് ഖാൻ 8 ഓവറിൽ 48 റൺസിന് 3 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിലെ അഫ്ഗാൻ നല്ലൊരു തുടക്കം ഇടാൻ വേണ്ടി ശ്രമിച്ചു. 8ാമത്തെ ഓവറിലാണ് അവരുടെ ഓപ്പണിംഗ് പെയർ മടങ്ങി പോകുന്നത്. 52 റൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കോർ ബോർഡിൽ 33 പന്തിൽ 7 ഫോറും 1 സിക്സും അടക്കം 41 റൺസാണ് റഹ്മാനുള്ള ഗുർബാസ് നേടിയിരുന്നത്. ഇബ്രാഹിം സദ്രൻ 21 റൺസുമായിട്ട് മടങ്ങി. അത്തൽ 50 പന്തുകളിൽ നിന്ന് 42 റൺസ് അടിച്ചു. റഹ്മദ് ഷാ അദ്ദേഹമാണ് അവരുടെ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത്. തുടരെ വിക്കറ്റുകൾ വീണ്ടെടുത്ത അദ്ദേഹം 89 പന്തിൽ നിന്ന് 8 ഫോറിൻ്റെ സഹായത്തോടെ 79 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് അവസാനം പുറത്താകുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് വളരെ മികച്ചതായിരുന്നു. റസൂലി 6 റൺസുമായിട്ട് റിട്ടയർഡായിട്ടായി. അതേസമയം ഷഹീദി ക്യാപ്റ്റൻ ബ്രാറിൻ്റെ പന്തിൽ ബൗൾഡായി. 2 പന്തിൽ 4 റൺസ്. ഖരോട്ടെ 6 റൺസ്, റാഷിദ് ഖാൻ 12 പന്തിൽ നിന്ന് 12 റൺസ്, അല്ല ഗസൻഫർ 1 റൺസ്, സലീം 9 റൺസ്. ഇതാണ് അവരുടെ ബാറ്റർമാരുടെ ഒരു സ്കോർ. എന്ന് പറഞ്ഞാൽ അവർ 232 റൺസിന് ഓൾ ഔട്ടായി. ടീം ഇന്ത്യ 170 റൺസിൻ്റെ തകർപ്പൻ വിജയം നേടുകയും ചെയ്തു. നമുക്ക് വേണ്ടി അർഷ്ദീപ് സിംഗ് 9 ഓവറിൽ 45 റൺസിന് 3 വിക്കറ്റ്, ഗുർനൂർ ബ്രാർ 10 ഓവറിൽ 60 റൺസിന് 3 വിക്കറ്റ്, പ്രിൻസ് യാദവ് 7.3 ഓവറിൽ 56 റൺസിന് 2 വിക്കറ്റ്, വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റ് നേടുകയുണ്ടായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.